Hi friends, it's me Niyaz Talapil. Welcome to another video of my channel. അപ്പോൾ നമ്മളെപ്പോഴും ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും ഇബേയിലായാലൊക്കെ നമ്മൾ കാണാറുണ്ട് റീഫർബിഷ്ഡ് മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ അൺബോക്സ്ഡ് മൊബൈൽ ഫോൺ എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് റീഫർബിഷ്ഡ് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അൺബോക്സ്ഡ് മൊബൈൽ ഫോൺ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നമ്മളെല്ലാവരും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ പർച്ചേസുകളിൽ നമുക്കിപ്പോൾ ആമസോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി റിട്ടേൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു മൊബൈൽ ഫോൺ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കാരണമോ അല്ലെങ്കിൽ നമുക്ക് ആ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള നമ്മളൊരു കാര്യവും ഇല്ലാതെ തിരിച്ചു കൊടുക്കുമ്പോൾ അത് അവർ നമ്മുടെ റിട്ടേൺ അക്സെപ്റ്റ് ചെയ്തിട്ട് അവർ നമുക്ക് എന്തെങ്കിലും പുതിയ മൊബൈൽ ഫോൺ തരും, അല്ലെങ്കിൽ നമുക്ക് വേറെ മൊബൈൽ ഫോൺ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ആ എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പോൾ നമ്മുടെ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ നൽകുന്നത്. അപ്പോൾ ഇങ്ങനെ അൺബോക്സ് ചെയ്ത മൊബൈൽ ഫോണുകളാണ് അവർ അൺബോക്സ്ഡ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞിട്ട് അവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ റീഫർബിഷ്ഡ് മൊബൈൽ ഫോൺ എന്താണെന്ന് നോക്കാം. റീഫർബിഷ്ഡ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഓൺലൈനിൽ നിന്ന് ഇതുപോലെ തന്നെ മൊബൈൽ ഫോൺ വാങ്ങി, പക്ഷേ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മറ്റ് ഫോണിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിന് കുറച്ച് ഓവർ ഹീറ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ എവിടെ ഒരു ബ്ലിങ്ക് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സോഫ്റ്റ്വെയർ ഡീബഗ്ഗിങ് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് അവർക്ക് ഇതുപോലെ നമ്മുടെ കാരണങ്ങളൊക്കെ എഴുതിയിട്ട് നമ്മൾ എവിടെയൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് അവർ ആ റിട്ടേൺ അക്സെപ്റ്റ് ചെയ്ത് അവരതൊന്ന് ചെക്ക് ചെയ്ത് നോക്കും, നമ്മുടെ കാരണങ്ങൾ കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ആ ഒരു എന്താണോ പ്രോബ്ലം ആ ഒരു പ്രോബ്ലം അവർ ക്ലിയർ ചെയ്തിട്ട് അത് വീണ്ടും ഓൺലൈനിൽ തന്നെ വിൽക്കാൻ തുടങ്ങും. അപ്പോൾ അതിന് അവർ റീഫർബിഷ്ഡ് മൊബൈൽ ഫോൺ എന്നാണ് പറഞ്ഞിട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ പഴയ മൊബൈൽ ഫോണുകൾ അപ്ഗ്രേഡിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഗ്യാരണ്ടി മണി ബാക്ക് സെയിലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വർഷത്തിനുള്ളിൽ എത്ര പ്രൈസ് കിട്ടുമെന്നൊക്കെ അവർ പറയും. അപ്പോൾ നമ്മൾ ആ മൊബൈൽ ഫോൺ വാങ്ങും. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ അവർ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒക്കെ ചെക്ക് ചെയ്തിട്ട് വീണ്ടും റീഫർബിഷ് ചെയ്തിട്ട് അത് പുറത്തിറക്കും. ഇതാണ് റീഫർബിഷ്ഡ് മൊബൈൽ ഫോൺ. പക്ഷേ ഈ ഒരു റീഫർബിഷ്ഡ് മൊബൈൽ ഫോൺ വാങ്ങാവോ എന്ന എല്ലാവരുടെയും ചോദ്യമാണ്. എൻ്റെ ഇതിൽ നല്ലൊരു ഓഫർ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. പക്ഷേ വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജെനുവിൻ ആയിട്ടുള്ള സെല്ലേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അതായത് ആമസോൺ നേരിട്ട് നടത്തുന്ന ആമസോൺ അഷ്യൂർഡുള്ള കമ്പനികൾ സെല്ലേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് മറ്റുള്ളവർ തിരിച്ചു കൊടുത്തത് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല അഷ്യൂർഡ് ആയിട്ടുള്ള സെല്ലേഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്കത് റിട്ടേൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഓൺലൈനിൽ ഈബേ, ഞാനൊരു ഓപ്ഷൻ പറയുകയാണ്, ഈബേയിൽ ഞാൻ കുറേ പ്രോഡക്റ്റുകൾ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ വളരെ വില കുറഞ്ഞ രീതിയിലാണ് റീഫർബിഷ്ഡ് സിസ്റ്റം മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും ഒക്കെ വിൽക്കുന്നത്. പക്ഷേ ഈബേ എനിക്ക് അത്ര ട്രസ്റ്റിംഗ് ഇല്ല, കാരണം അവരുടെ റിട്ടേൺ പോളിസി എല്ലാം വളരെ ബാഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റീഫർബിഷ്ഡ് മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ റീഫർബിഷ്ഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോയിലോ അല്ലെങ്കിൽ മറ്റു വീഡിയോകളിലോ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കൂ ഞാനെന്ന വീഡിയോകൾ ഏറ്റവും ആദ്യം കാണുവാൻ. ഹാവ് എ നൈസ് ഡേ.